കള്ളക്കമ്പനി ബ്ലാക്ക് ബോൺ കമ്പനി, കള്ളക്കമ്പനി ബ്ലാക്ക് ബോൺ കമ്പനി, ബൈപ്പാസ് അനധികൃതമായി ഇവിടുന്ന് സാധനങ്ങൾ നീട്ടിക്കൊണ്ട് പോകുന്നതിന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സൂചനാ സമരമാണ് ഇവിടെ നടക്കുന്നത്. കേരള കോൺഗ്രസ് സിന്ദാബാദ്, കേരള കോൺഗ്രസ് സിന്ദാബാദ്, ജോസ്കേമാണി സിന്ദാബാദ്, ജോസ്കേമാണി സിന്ദാബാദ്, സൂചന 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 മാത്രം, സൂചന 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 മാത്രം, സൂചന സമരം സിന്ദാബാദ്, സൂചന സമരം സിന്ദാബാദ്. കേരള കോൺഗ്രസ് പാർട്ടി നടത്തിയ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു ട്രെയിലറാണ്. ഈ ട്രെയിലറിൽ കഴിഞ്ഞ ദിവസം വലിയ മഴയുള്ള രാത്രി 12:30 ഇവിടെ വന്ന് ഗുജറാത്ത് കമ്പനിയുടെ ആൾക്കാരാണെന്ന് പറയുന്നു. ഏതാണ്ട് 15ഓളം ആളുകളുണ്ടായിരുന്നു. ഗുണ്ടകളാണെന്നാണ് കണ്ടവർ പറയുന്നത്. ഇവിടെ പാവപ്പെട്ട 2 പേര്, ഇവിടെ നമ്മുടെ സോജനും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ ഓട്ടോ ഓടിക്കുന്ന ഷിജോയുമാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കി. ഇവർ നേരത്തെ സാധനം എടുത്തുകൊണ്ട് പോയത് പകലാണ്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെ അധീനതയിലുള്ളതാണ് ഈ സാധനങ്ങളെല്ലാം. അവരുടെ അനുമതി ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നേരത്തെ ഇവർ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്, അത് പകലായിരുന്നു. അപ്പോൾ നമുക്ക് ആർക്കും അതിനകത്ത് ആക്ഷേപമില്ല. പക്ഷേ രാത്രി 12:30 നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ കരാർ കമ്പനിക്ക് ഒരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ നിരത ദ്രവ്യം ഇവിടെ കിടപ്പുണ്ട്. സാധാരണഗതിയിൽ അത് പണി പൂർത്തിയാകുമ്പോഴാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇവിടെയുള്ള മുഴുവൻ സാധനങ്ങളും എടുത്തുകൊണ്ട് പോവുക, മോഷണം പോയതായിട്ട് പോലീസിൽ പരാതി കൊടുക്കുക, ആ ഒരു കേസ് നിലനിന്നുകൊണ്ട് വീണ്ടും ബൈപ്പാസിൻ്റെ നടപടിക്രമങ്ങൾ വൈകിക്കുകയും ആ കേസ് പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിരത ദ്രവ്യം ഞങ്ങൾക്ക് തിരികെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ കേസ് പിൻവലിക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഗുജറാത്തിൽ നടക്കുമായിരിക്കും. പക്ഷേ കേരളത്തിൽ ഇതിന് കൃത്യമായിട്ട് ഒരു പഞ്ചായത്തിൽ തന്നെ നമുക്കറിയാം ഒരു കരാർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം അതിൻ്റെ നടപടിക്രമങ്ങളിലൂടെ പോകത്തുള്ളൂ. ഗുജറാത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കമ്പനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് രാത്രിയുടെ മറവിൽ വന്ന് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുക. ഞങ്ങളെ വേദനിപ്പിച്ചതൊന്നുമല്ല, വളരെ നിരന്തരമായിട്ട് 13 വർഷക്കാലം ഇതിൻ്റെ പിന്നിൽ നിന്ന ഡോക്ടർ എൻ ജയരാജ് MLA, അദ്ദേഹത്തിൻ്റെ MLA കാലത്തിലെ ഏറ്റവും വലിയ പരിശ്രമമാണ് ഈ ബൈപ്പാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പണി ഇത്ര ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തെ വീണ്ടും ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം അത് കേരള കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കില്ല. ഇവരുടെ കള്ളക്കളി പൊളിക്കുന്നതിനോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ജയരാജ് സാറിനോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നതിനും ഈ നടത്തുന്ന സമരാവാസങ്ങളെ തെരുവിലെങ്കിൽ തെരുവിൽ, പൊതുവേദിയിലെങ്കിൽ അങ്ങനെ ഞങ്ങൾ നേരിടുമെന്നും കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരം നടത്തിയത്. നടന്ന സമര ആഭാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. റീത്ത് വെക്കുന്നു, അതുപോലെ വാഴ വെക്കുന്നു, പുതിയ പുതിയ സമരമുറകളൊക്കെ ആയിട്ട് ഇവർ ജനശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളാണ്. പക്ഷേ പൊതുജനം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. പ്രിയപ്പെട്ട ജയരാജ് സാർ കൃത്യമായിട്ട് മീഡിയകളിലൂടെയൊക്കെ ഇതിനുള്ള വിശദീകരണം നൽകിയതാണ്. തീർച്ചയായിട്ടും സമയബന്ധിതമായിട്ട് തന്നെ വലിയ താമസമില്ലാതെ തന്നെ ജയരാജ് സാറിൻ്റെയും ഈ നാട്ടുകാരുടെ സ്വപ്ന പദ്ധതിയായ ഈ ബൈപ്പാസ് പൂർത്തീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അക്കാര്യത്തിൽ 100% MLA വാക്ക് കൊടുത്തില്ല. അതിനു വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ് അദ്ദേഹം. ചെറിയ ഒരു സാഹചര്യത്തിൽ, അതായത് കരാർ ലംഘിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാരനെ ഈ കരാറിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിച്ചത്. കാലാവധി പൂർത്തിയായിട്ടും ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കാതെ വന്നപ്പം വീണ്ടും കുറേ മാസങ്ങൾ കൂടി ഇതിൻ്റെ കാലാവധി നീട്ടിക്കൊടുത്തു. എങ്കിലും അത് പൂർത്തീകരിക്കുവാൻ തയ്യാറാകാതെ മറ്റു ചില കാര്യങ്ങളുമായിട്ട് മറ്റു ചില ബിസിനസ്സുമായിട്ട് അയാൾ പോയപ്പോഴാണ് അയാൾ കാണിച്ച ഉടായിപ്പിനെതിരെയാണ് ഈ കരാറുകാരനെ ഇനി ഇവിടെ പറ്റില്ല, പുതിയ കരാറുകാരനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചാലേ ഇത് ശരിയാവുള്ളൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പ്രിയങ്കരനായ ചീഫ് വിപ്പും കാഞ്ഞിരപ്പള്ളിയുടെ പ്രിയങ്കരനായ MLA-യുമായ ജയരാജ് സാറിൻ്റെ ഈ തീവ്ര ശ്രമത്തിന് എല്ലാ പിന്തുണയും കേരള കോൺഗ്രസ് നൽകിക്കൊണ്ട് ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് എന്ത് ശ്രമം ചെയ്യുന്നതാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ഇനിയും മുമ്പേ ഉണ്ടാകും. അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഏത് പ്രചരണങ്ങൾക്കും എതിരെ പാർട്ടി ഇനിയും ശക്തമായിട്ട് രംഗത്തുണ്ടായിരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട്
ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾക്ക് പട്ടിക്ക് എല്ലുകഷ്ണം കിട്ടിയ പോലെ അവർ സമരാഭാസങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്തെങ്കിലും കിട്ടുമ്പോഴേ ഇറങ്ങിയേക്കാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ ബൈപ്പാസിൻ്റെ കാര്യം, തൊട്ടടുത്ത് ആനക്കല്ലിൽ 1-2 പാലത്തിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് മഴ പെയ്താൽ മഴയ്ക്കെതിരെ സമരം ചെയ്യുന്ന പ്രതിപക്ഷമായി ഇന്ന് കോൺഗ്രസ് പാർട്ടി അധപ്പതിരിക്കുന്നു. നമുക്ക് കാഞ്ഞിരപ്പള്ളിയുടെ ജനകീയ MLA ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിയുമ്പോൾ അതിൽ വിരൽ കൊണ്ടുകൊണ്ട് നമുക്കറിയാം മുൻപുണ്ടായിരുന്ന MLA ആന്റണിമായിട്ട് സൂചിപ്പിച്ചു, ഇന്ന് കണി കാണാൻ കിട്ടാത്ത MLA ആയിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക്. എങ്കിൽ ഇന്ന് ജയരാജ് സാർ വളരെ ദീർഘവീക്ഷണത്തോടെ കാഞ്ഞിരപ്പള്ളിയെ വികസനത്തിലേക്ക് നയിക്കുമ്പോൾ അതിൽ അസൂയ കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്ന ഈ സമരാഭാസത്തിന് അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇവിടെ വലിയ വികസനം വരുമ്പോൾ ആ വികസനത്തെ തുരങ്കം വെക്കുവാനായിട്ട് ഈ പ്രതിപക്ഷ കക്ഷികൾ കടന്നു വരികയാണ്. ഈ വികസനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വികസനം ആര് കൊണ്ടുവന്നാലും വികസനത്തോട് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഇച്ഛാശക്തി കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ ഈ കമ്പനി നടത്തുന്ന ഈ കള്ള പരിപാടികൾക്കെതിരെ നമുക്കറിയാം പാറ പൊട്ടിച്ച് കടത്തി ഇവിടെ നിന്ന് കമ്പികൾ കടത്തുന്നു. ഇതിനെതിരെ പാർട്ടി എടുത്ത ഈ ധീരമായ നടപടിക്ക് കാഞ്ഞിരപ്പള്ളി മണ്ഡലം കമ്മിറ്റി അഭിനന്ദിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം ഒരു വർക്ക് ടെൻഡർ ചെയ്യുമ്പോൾ പഞ്ചായത്തിലുള്ള ജനപ്രതിനിധികൾക്കറിയാം ഒരു വർക്ക് ടെൻഡർ ചെയ്താൽ നിയമപരമായിട്ട് അത് ടെൻഡർ ചെയ്താൽ ആ വർക്ക് കോട്ട് ചെയ്യുന്ന ഏറ്റവും കുറവ് തുക കോട്ട് ചെയ്യുന്ന കമ്പനിക്കാണ് നമ്മൾ വർക്ക് കൊടുക്കുന്നത്. ഏത് ഒരു പഞ്ചായത്തിൻ്റെ റോഡ് പോലും ചെയ്താൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കോട്ട് ചെയ്ത ഗുജറാത്ത് ആസ്ഥാനമായ ഈ കമ്പനിക്ക് ഈ വർക്ക് നൽകുകയും ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് വർക്ക് തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം നിരന്തരമായി കാഞ്ഞിരപ്പള്ളി TVയിലും ഒക്കെ കിഫ്ബിയുടെ മീറ്റിങ്ങുകൾ നിരന്തരമായത് കൂടുകയും തിരുവനന്തപുരത്തും കാഞ്ഞിരപ്പള്ളിയുമായി നിരന്തരം കിഫ്ബിയുടെ മീറ്റിങ്ങുകൾ കൂടുകയും ഈ വർക്ക് അവലോകനം ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇവർ ഒരു ചെറിയ 5 ലക്ഷം രൂപയുടെ ഒരു റോഡ് ചെയ്യുന്ന രീതിയിലേക്ക് 3-4 പണിക്കാരെ കൊണ്ടുവന്ന് ഈ വർക്ക് തുടക്കം തൊട്ട് തന്നെ ഡിലേ ആയിരുന്നു. പല പ്രാവശ്യം ഇവർക്ക് നോട്ടീസ് കൊടുത്തു. അതിന് കാലാവധി കഴിയാറായി വീണ്ടും നോട്ടീസ് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കാലാവധി നീട്ടി തരണമെന്ന് പറഞ്ഞു. വീണ്ടും MLAയും കിഫ്ബിയും ഒക്കെ ആയി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വീണ്ടും കാലാവധി നീട്ടിക്കൊടുത്തു. പക്ഷേ വഞ്ചി പിന്നെയും തിരുനക്കർ തന്നെയായിരുന്നു. ഒരു വർക്ക് ഒരു ശകലം പോലും മുന്നോട്ട് നീങ്ങുവാൻ കഴിയാത്ത ഒരു സാഹചര്യം. അങ്ങനെ വന്നപ്പോഴാണ് ഈ കമ്പനി, ഇത് ഗുജറാത്ത് ബേസ് ചെയ്ത കമ്പനിയാണ്, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ ആയിട്ട് ബന്ധമുള്ള കമ്പനിയാണ് എന്ന് പറയുന്നത്. കമ്പനി ഏതുമാകട്ടെ നിയമപരമായിട്ട് വർക്ക് എടുത്ത ഒരു കമ്പനി എന്നുള്ള നിലയിൽ ആ വർക്ക് അതിൻ്റെ കാലാവധിക്ക് ഇപ്പുറം ആ വർക്ക് തീർക്കുക എന്നുള്ളത് ആ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയപ്പോൾ നിയമപരമായി നോട്ടീസ് കൊടുത്തുകൊണ്ട് ഈ കമ്പനിയെ ഒഴിവാക്കുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിരവധി സമരങ്ങൾ പ്രതിപക്ഷ UDFിൻ്റെയും BJPയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ MLA കരുതിച്ച് കാണിക്കുവാൻ വേണ്ടിയുള്ള സമരങ്ങളുണ്ടായി. പിന്നെ നമുക്കറിയാം കാഞ്ഞിരപ്പള്ളിയിലെ ഇതുവഴി കടന്നു പോകുന്ന കാഞ്ഞിരപ്പള്ളി നിവാസികൾ മാത്രമല്ല കാഞ്ഞിരപ്പള്ളിയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഡിണ്ടിഗൽ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന മുഴുവൻ ആളുകളും ഇവിടെ ഈ ബൈപ്പാസ് സ്വപ്നം കണ്ടിരുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളത് MLAയുടെയും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഒരു നിരന്തരമായ ഒരു പരിശ്രമത്തിൻ്റെ ഫലം കൂടിയാണ് ഈ ബൈപ്പാസ് എന്ന കാര്യം തർക്കമില്ല. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു വർക്ക് അതാരെങ്കിലും ടെൻഡർ ചെയ്താൽ സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അവരതിന് ക്രമക്കേട് കാണിച്ചാൽ നമുക്കവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി മാറ്റി നിർത്താൻ കഴിയും. ഇതിപ്പോൾ സമയബന്ധിതമായിട്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയാഞ്ഞതിൻ്റെ പേരിൽ ആ കമ്പനി ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ നിയമ നടപടികളിലേക്ക് അവർക്ക് നിയമപരമായുള്ള നോട്ടീസ് കൊടുത്തു. MLAയുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2 മാസത്തിനുള്ളിൽ പുതിയ ടെൻഡർ വിളിക്കുകയും ആ ടെൻഡർ ഏറ്റെടുക്കുകയും ശേഷം 2026 മാർച്ച് 31 മുമ്പായിട്ട് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്ക് തർക്കമില്ല. അത് MLA അക്കാര്യത്തിൽ ഉറപ്പ് തന്നിട്ടുണ്ട്. ഇവിടെ കാഞ്ഞിരപ്പള്ളിയിലെ കടന്നു പോകുന്ന കാഞ്ഞിരപ്പള്ളി നിവാസികളുടെ ചിരകാല സ്വപ്നം ഇത് സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരള കോൺഗ്രസ് പാർട്ടിയും നമ്മുടെ ഗവൺമെന്റ് ചീഫും MLAയുമായ ഡോക്ടർ M. ജയരാജും പ്രതിബദ്ധ ആയിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കാനുള്ള സാഹചര്യം നമുക്കറിയാം. ഇത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അർദ്ധരാത്രിയിൽ കാട്ടുകള്ളന്മാർ വരുന്നത് പോലെ പകൽ ഒരു സാധനം കൊണ്ടുപോയി നിയമപരമായിട്ട് കൊണ്ടുപോകേണ്ട കമ്പനി ഇവിടെ ഒഴിവാകുന്ന ഒരു സാധനം കൊണ്ടുപോകുന്ന തർക്കമില്ല. അർദ്ധരാത്രിയിൽ കള്ളന്മാരെ പോലെ വന്ന് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് കേരള കോൺഗ്രസ് പാർട്ടി ഇടപെട്ട് ഈ വാഹനവും അതുപോലെ തന്നെ തടഞ്ഞത്. അപ്പോൾ അത്തരത്തിലേക്ക് നിയമപരമായിട്ട് ഇവർക്ക് പട്ടാപ്പകൽ സാധനം കടത്തിക്കൊണ്ട് പോകാമല്ലോ. നിയമപരമാണെങ്കിൽ ഇത് ഇവിടെ ഈ വർക്കുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആക്ഷേപമുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും കാഞ്ഞിരപ്പള്ളിയിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ അർദ്ധരാത്രിയിലെ കാട്ടുകള്ളന്മാരെ പോലെ വന്നുകൊണ്ട് ഈ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ അനുവദിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി നടത്തുന്ന ഈ സമരപരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒട്ടേറെ കാലത്തെ പരിശ്രമത്തിന് ഫലമായിട്ടാണ് MLA ഇതുപോലൊരു സ്വപ്ന പദ്ധതിയുമായി കടന്നു വരുന്നത്.
ഇത് തുടക്കം മുതൽ നമുക്കറിയാം. ഇത് ഹൈക്കോടതിയിൽ കേസായ കാലം മുതൽ ഇതിനു വേണ്ടി അക്ഷീണമായ പരിശ്രമം നടത്തി കേസ് നടത്തിയ ഫാമിലിയുടെ അടുത്ത് ചെന്ന് ഈ കേസ് പിൻവലിക്കണമെന്ന് വരെ MLA നേരിട്ട് ആവശ്യപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയും കേസ് നടത്തി ഇതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും അതിനുശേഷം ഈ വർക്ക് ടെൻഡർ ചെയ്യുകയും ആരും ആവശ്യപ്പെടാതെ തന്നെ ഈ വർക്ക് ബിലോയിൽ പിടിച്ച ഗുജറാത്ത് കമ്പനി ഇതിന് കാലതാമസം വരുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇതുപോലെ ഒരു സമരപരിപാടിയുമായി കേരള കോൺഗ്രസ് പാർട്ടിക്ക് രംഗത്ത് വരേണ്ടി വന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ വർക്കിൻ്റെ കാലാവധി 1.5 വർഷമായിരുന്നുവെങ്കിൽ ആ കാലാവധി പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും സമയം ദീർഘിപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് RBDCയും കിഫിയും ഒക്കെ ചെയ്യുകയുണ്ടായി. എന്നിട്ടും ഈ വർക്കിൻ്റെ പ്രോഗ്രസ് ഇല്ലാത്ത അവസ്ഥയിലാണ് RBDC ഇതിന് ടെർമിനേഷൻ ലെറ്റർ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വർക്ക് ഏൽപ്പിക്കുന്ന കമ്പനി സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കുക എന്നത് കമ്പനിയുടെ ആവശ്യമാണ്. നമുക്കറിയാം, ഞാനും നിങ്ങളും ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും ഒക്കെ നേരിട്ട് കണ്ടതാണ് എന്താണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനമെന്ന്. ഒരു ചെറിയ കമ്പിയും ഒരു JCBയും ഒരു ടിപ്പറും മാത്രമാണ് ഇത്രയും വലിയ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടറുടെ കൈവശത്തിലുള്ളത് എന്ന് പറയുമ്പോൾ എന്ത് നിരുത്തരവാദപരമായിട്ടാണ് ഈ വർക്ക് പൂർത്തീകരിക്കുവാനായിട്ട് എന്ന് പറഞ്ഞ് ഇവർ കടന്നു വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായിരുന്നു ഈ കമ്പനിയുടെ ലക്ഷ്യം? ഇവിടെ നിന്ന് കല്ല് കടത്തുക എന്ന ഒരു വലിയ ലക്ഷ്യവുമായിട്ടാണ് ഈ കമ്പനി കടന്നു വന്നത് എങ്കിൽ അത് തിരിച്ചറിഞ്ഞ് RBDCയോട് MLA ശുപാർശ ചെയ്തുവെങ്കിൽ MLA നട്ടെല്ല് നിവർത്തിക്കൊണ്ട് ഒരു കമ്പനിയുടെയും മുമ്പിൽ അടിയറവ് പറയാതെ ധീരമായ നേതൃത്വം കൊടുക്കുവാൻ കാഞ്ഞിരപ്പള്ളി MLAക്ക് സാധിച്ചുവെങ്കിൽ അത് കാഞ്ഞിരപ്പള്ളിയുടെ അഭിമാനമാണ് എന്ന് ഞങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കും. നട്ടെല്ല് നിവർത്തി കമ്പനിയോട് ചോദിക്കുന്നു, ഈ കമ്പനിക്ക് എന്ത് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും? ഞങ്ങൾക്ക് 4 മാസം കൂടെ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. RBDC 4 മാസം കൂടി അവർക്ക് സമയം കൊടുത്തു. എന്നിട്ടും വർക്ക് പൂർത്തീകരിക്കുന്നില്ല. അപ്പോൾ പിന്നെ ടെർമിനേഷൻ ലെറ്റർ കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇന്ന് കമ്പനിക്ക് വേണ്ടി പല സംഘടനകളും രംഗത്ത് വന്നിരിക്കുന്നു. പലരും MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നു. കമ്പനിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന സംഘടനകളോട് ഞങ്ങൾക്കൊന്നേ പറയുവാനുള്ളൂ, നിങ്ങൾ കാഞ്ഞിരപ്പള്ളിയുടെ പൊതുസമൂഹത്തിന് വേണ്ടി നിലപാടെടുക്കണം. കാഞ്ഞിരപ്പള്ളിയുടെ വികസനത്തിന് വേണ്ടി നിലപാടെടുക്കണം. ഇവിടെ സമരം നടത്തുന്നവർ കാഞ്ഞിരപ്പള്ളിയുടെ വികസനത്തിന് വേണ്ടിയാണോ സമരം ചെയ്യുന്നത്? അവർ കമ്പനിക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. ഗുജറാത്തിൽ നിന്ന് വന്ന ഒരു കമ്പനി, അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനി എന്ന് പറയുന്നു, അവരുമായി ബന്ധമുള്ള കമ്പനി എന്ന് പറയുന്നു, ഈ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുമായി ബന്ധമുള്ള കമ്പനി എന്ന് പറയുന്നു. ഈ കമ്പനി എന്തിനു വേണ്ടിയാണ് ഈ നിർമ്മാണം താമസിപ്പിച്ചത്? ഞങ്ങൾ പറയുന്നു, ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ഈ കമ്പനി വർക്ക് ഏറ്റെടുത്ത് കാഞ്ഞിരപ്പള്ളിയുടെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ കമ്പനി നിർമ്മാണം താമസിപ്പിച്ചുവെങ്കിൽ കമ്പനിയുടെ പിന്നിലുള്ള ശക്തികൾ ആരാണ്? ആർക്കു വേണ്ടിയാണ് കമ്പനി ഇതുപോലെയുള്ള നിർമ്മാണ പ്രവർത്തനം താമസിപ്പിക്കുന്നത്? അതിനൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ സമരം നമുക്കറിയാം, ഇത് പൊതുസമൂഹത്തിന്റെ സമരമായി ഏറ്റെടുക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ MLAയുമായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധികൾ സംസാരിച്ചു. ഉടൻ തന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച്, പേപ്പർ വർക്കുകൾ പൂർത്തീകരിച്ച് അടുത്ത കമ്പനിക്ക് ടെൻഡർ ചെയ്ത് അടുത്ത ആളുകൾക്ക് നിർമ്മാണത്തിനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ഇതിന്റെ നിർമ്മാണം പുനഃപ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് നമുക്കറിയുവാൻ സാധിച്ചത്. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പു പറയുന്നു, MLA നട്ടെല്ല് നിവർത്തിക്കൊണ്ട് തന്നെ കമ്പനിയുടെ മുമ്പിൽ അടിയറവ് പറയാതെ വെറും 40% പോലും പണി പൂർത്തിയാക്കാത്ത ഈ കമ്പനിയെ പിരിച്ചുവിട്ട് പുതിയ കമ്പനിക്ക് നിർമ്മാണം ഏൽപ്പിച്ചു കൊടുത്ത് എത്രയും വേഗം കാഞ്ഞിരപ്പള്ളിയുടെ ബൈപ്പാസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ സമരത്തിലേക്ക് കടന്നു വന്ന് ഈ കമ്പനിയെ രാത്രിയുടെ പകലാക്കി മാറ്റിയ കമ്പനിയുടെ കള്ളന്മാർക്കെതിരെ സമരവുമായി കടന്നു വന്ന കേരള കോൺഗ്രസിന്റെ മുഴുവൻ സമരഭടന്മാർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.